സുശീൽ, എന്താടാ ആലോചിക്കുന്നത്? ഒന്നുമില്ല. സമയം ഒരുപാടായി, ഉറങ്ങാൻ നോക്ക്. എന്താ നീ വിജയിച്ചു എന്ന് കരുതുന്നുണ്ടോ? മനസ്സിലായില്ല. എല്ലാം നേടിയെടുത്തു എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. ചില പൊട്ടൻ കളികൾ എനിക്കും ഇഷ്ടമാണ്. ഇതെന്റെ ജീവിതമാ, എന്റെ മോളുടെയും. നിങ്ങൾ വെറും വളർത്തമ്മ. സ്വയം വിചാരിച്ചാൽ വളർത്തമ്മ പെറ്റമ്മയാവില്ല. അതുകൊണ്ടായിരിക്കും നീ ചീത്തത്തരത്തിന് മുതിരുന്നത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇല്ലേ? ഓർമ്മയില്ലേ നിനക്ക്? ഒരിക്കൽ എന്നെ നീ അനുഭവിച്ചു. എന്റെ ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു തെറ്റ്. അത് എന്റെ കുറ്റമാണോ? അതിന് നിങ്ങളും കുറ്റക്കാരിയല്ലേ? അതെ, അതിൽ ഞാൻ ഇന്ന് പശ്ചാത്തപിക്കുകയാണ്. അന്നത്തെ എന്റെ ചോരത്തിളപ്പ്, ഭർത്താവ് ഉണ്ടായിട്ടും സംതൃപ്തി നേടാനാവാതെ അസ്വസ്ഥമായി കഴിഞ്ഞ നാളിലെ തെറ്റ്. അപ്പോ കുറ്റക്കാർ പലരാണ്. പിന്നെന്തിനാ എന്നോട് മാത്രം കോപിക്കുന്നത്? എന്റെ ജീവിതത്തിലെ പുഴുക്കുത്താണ് സംഭവം ഞാൻ മറക്കാൻ ശ്രമിക്കുന്നതും. ദയവ് ചെയ്ത് എന്റെ മകളെ നശിപ്പിക്കരുത്. നശിപ്പിക്കാനല്ല കല്യാണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അത് നടക്കില്ല. ഞാൻ ഒരു സ്ത്രീയാണ്, എനിക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും. പ്രായമായ മാധവേട്ടനെ വിവാഹം കഴിക്കേണ്ടി വന്ന എന്റെ ഗതികേടിലുണ്ടായ തെറ്റ്, ഞാനതിൽ ബോധവതിയാണ്. അതവിടെ കൊണ്ട് തീർന്നു. നിങ്ങൾ പകർന്നു തന്ന രാത്രിയിലെ ലഹരി ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടത് മുതൽ എന്നെ പിന്തുടരുകയാണ്. ദീപ വളർത്ത മകളല്ലേ, അവളെ ഞാൻ കെട്ടിയാലും നമുക്ക് പഴയതുപോലെ കഴിയാം. നീ എന്താ കരുതി ഞാൻ ആണുങ്ങളെ തേടി നടക്കുന്ന വേശ്യയാണെന്നോ? എനിക്ക് കൂടുതൽ പറയാനില്ല. ഈ വിവാഹം നടക്കില്ല, ഞാൻ നടത്തില്ല. വെല്ലുവിളിയാണോ? അങ്ങനെയും കരുതാം. എങ്കിൽ ഞാൻ നടത്തും. കാണാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. എന്താ ഇവിടെ? കല്യാണം ഉറപ്പിച്ചതുകൊണ്ട് നീ വിജയിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, കല്യാണത്തിന് ശേഷമാണ് എന്റെ വിളയാട്ടം തുടങ്ങാൻ പോകുന്നത്. നിന്റെ പൊട്ടം കളിയിൽ ബലിയാടാകുന്നത് ഞാനും എന്റെ മോളുമാണ്. മോളോ? സ്വയം തീരുമാനിച്ചാൽ പോറ്റമ്മ പെറ്റമ്മയാവില്ല. പൂച്ചയെ പോലെ പതുങ്ങി വന്ന നീ വിഷം ചീറ്റി ഭയപ്പെടുത്തുകയാണോ? ക്രൂരയായ ഒരു കൊലയാളിക്ക് അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. ഒരു പാവം വാച്ച്മാനെ
നിഷ്കരണം കൊന്ന നിങ്ങളെ സുശീൽ, നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. ചെയ്യും. അതിനാണ് ഞാൻ വന്നത്. നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കി എല്ലാം നേടാൻ. ആ കൊലപാതക രഹസ്യം ഞാൻ പുറത്താക്കും. ഞാൻ കൊന്നെങ്കിൽ അതിന് ഉത്തരവാദി നീയും കൂടിയാണ്. ശിക്ഷ നിനക്കും കൂടി ഉള്ളതാണ്. അതിന് തെളിവുകളില്ല. ഞാൻ മാപ്പ് സാക്ഷി, നീ കൊലയാളി. ബ്ലാക്ക്മെയിൽ ചെയ്യുക മാത്രമല്ല, നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും, ജയിലിലടപ്പിക്കും. നീ ഒന്നും ചെയ്യില്ല. ഇന്ന് നിനക്കുള്ള ദിവസമാണ്. ഈ രാത്രി രക്ഷപ്പെടാൻ വേണ്ടി എന്റെ മോളെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെനിക്ക് കറവ പശുവാണ്. അവളെ വെച്ച് ഞാൻ എല്ലാം നേടും. എനിക്ക് ജീവിതം ആസ്വദിക്കണം. പ്രതിബന്ധങ്ങളൊന്നും ഞാൻ ബാക്കി വെക്കില്ല. എന്ന് വെച്ചാൽ ഈ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ ഇളക്കും, എല്ലാം സ്വന്തമാക്കും. സുദേവൻ എതിർത്താൽ അവനെയും ഞാൻ തീർക്കും. ദീപയെ കുടിച്ചിപ്പട്ടിയെ പോലെ പുറകെ നടത്തിക്കും. ശബ്ദിച്ചു പോകരുത്. പോകരുത്. അടുത്ത് ഫുൾ ഫിഗർ വേണം കേട്ടോ. എന്താ ഇയാളുടെ പേര്? സുശീൽ, എന്റെ കൂട്ടുകാരനാണ്. ഓഹോ, എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഒരാഴ്ചയായി. ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം എന്താ? ഞങ്ങൾ ഒന്നിച്ചാണ് സിറ്റിയിൽ പഠിച്ചതും താമസിച്ചതും. ഓഹോ, തറന്നു വന്നേ. ഈ പയ്യനെ എത്ര നാളായിട്ട് സാറിന് അറിയാം? മകൻ പറഞ്ഞറിയാം. ഒരാഴ്ചയായുള്ളൂ നേരെ കണ്ടിട്ട്. ഓഹോ, എത്രക്കാരനായിരുന്നു? സൽസ്വഭാവി, ഒതുങ്ങി കൂടുന്ന പ്രകൃതം, കലാകാരൻ. മദ്യപിക്കാറുണ്ടായിരുന്നു? ഐ മീൻ, ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കടിമ? ഇല്ലേ ഇല്ല. സുശീലിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല, നല്ല കുട്ടിയായിരുന്നു. ദീപയുമായുള്ള വിവാഹത്തിന് അനുകൂലമായിരുന്നോ? എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് മതി കല്യാണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. ദീപ സ്വന്തം മകളല്ല അല്ലേ? മകളെ പോലെയാണ്. ദീപ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? അതെ. എത്ര കാലമായിട്ട് അറിയാം സുശീലിനെ? ഗ്രീറ്റിംഗ്സിലൂടെ അറിയാം. അപ്പോൾ നേരിട്ട് കണ്ടതിന് ശേഷമാണ് പ്രേമം തുടങ്ങിയത്. ഗ്രീറ്റിംഗ്സ് ഒക്കെ ദീപ അയച്ചതല്ലേ? അതെ. നിങ്ങളുടെ പ്രേമത്തെ ഇവിടെ ആരെങ്കിലും എതിർത്തിരുന്നോ? ഇല്ല. ദീപയെ വേറെ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ? ഐ മീൻ, വൺ വേ ട്രാക്ക് ലവ്? ഇല്ല. ഈ കൊലപാതകത്തിൽ ദീപയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കൊന്നും അറിയില്ല. പൊയ്ക്കോളൂ. തന്റെ കൂട്ടുകാരോട് വരാൻ പറയൂ.
മുറിയിലാണോ സുശീൽ താമസിച്ചിരുന്നത്? അതെ, ഈ ബാഗൊക്കെ? അത് സുശീലിൻ്റെതാണ്. ആ. ഉം. ഉം. ആ. ഈ ദീപ സുശീലിന്റെ ലവറാണോ? അവർ ഇഷ്ടത്തിലായിരുന്നു. വിവാഹത്തിന് ഇരു വീട്ടുകാരും സമ്മതിച്ചതായിരുന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. ഓഹോ. ആരെയെങ്കിലും സുധേവന് സംശയമുണ്ടോ? ഇല്ല. എപ്പോഴാ സുശീൽ കിടക്കാൻ പോയത്? ആഹാരം കഴിച്ചിട്ട് ഉടനെ തന്നെ പോയി. ഓഹോ, ശരി. താൻ വരൂ.